നടന്നു വരുമ്പോ നോക്കിയാ പോയത്. റേസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ പെരുവഴിയിലായിരിക്കണം. ഞങ്ങളുടെ വീടിന് മണ്ടയിലോട്ട് മരം വീണിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കിടക്കാനായിട്ട് നമുക്ക് ഭീഷണിയാണല്ലോ. സ്വാഭാവികമായിട്ട് മരം വീടിന് മേലോട്ട് കഴിഞ്ഞാൽ വെടിച്ച് കിടക്കാൻ പറ്റില്ല. വെട്ടാൻ ആളെ വിളിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആ വഴിയിലോട്ടൊക്കെ ഒരുപാട് മരങ്ങൾ വീണിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പെരയുടെ മേളിലോട്ട് ഒരു മരം മറിഞ്ഞു വീണിരിക്കുകയാണ്. മഴക്കാല പ്രശ്നങ്ങൾ. ഈ 2 മരം കൂടി വീഴാൻ നിൽപ്പുണ്ട്. അതെന്തായാലും അധികം വൈകാതെ കാറ്റടിച്ചാൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഇതിന് അപ്പുറത്ത് പറഞ്ഞാൽ വീണിട്ടുണ്ട്. അത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അത് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അതെ, ഇത് ഇവിടം വരെ എത്തി. ഇതും ഇപ്പം ഈ മഴയിൽ ഇന്ന് രാവിലെ ഈ കാറ്റടിച്ച് വീണതാണ്. ഈ 2 ഇപ്പം ഡേഞ്ചറായിട്ട് നിൽക്കുന്നത്. ഇത് വീണ് കഴിഞ്ഞാൽ നേരെ അടിച്ച് വീഴുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ മരം വീണപ്പോൾ ചരിഞ്ഞ് നൈസായിട്ട് വീണതുകൊണ്ട് നമ്മുടെ വീടിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ താങ്ങി നിൽക്കുന്ന വീടല്ല, അത്ര നേരം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മണ്ടയിലോട്ട് മരം വീണിരിക്കുകയാണ്. ഇത് കൊടംപുളിയാണ്. പക്ഷേ ഇതിൽ നിന്ന് ഞങ്ങൾ പുളി എടുക്കാറില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞാൽ ജീവനപകടത്തിലാണ് വീണത്. അപകടകരമായ രീതിയിലാണ് വീണത്. പക്ഷെ ഒന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് കരിഞ്ഞ് നൈസായിട്ട് പതിഞ്ഞങ്ങ് ഇരുന്നു. അതുകൊണ്ട് വീടിന് ഇച്ചിരി പൊട്ടലേ പറ്റിയിട്ടുള്ളൂ. വേറെ പ്രശ്നം, ഞങ്ങൾ വീടിനകത്തിരുന്ന് ഞങ്ങൾ ഇറങ്ങി ഓടി. പക്ഷേ ഇതിനേക്കാൾ വിഷമമായത് ഞങ്ങൾക്ക് ഇതല്ല. ആ പുളി വീണതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി നാളത്തെ വരുമാനം തന്നുകൊണ്ടിരുന്നൊരു പുളിയായിരുന്നു അത്. ആ പുഴ എന്ന് പറയുമ്പോൾ ഒത്തിരി നാളെ ഞങ്ങൾക്ക് കുടംപുളി തരുമായിരുന്നു. 10-30 കിലോളം കുടംപുളി ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അങ്ങനെ പരണൊക്കെ കെട്ടി ഇങ്ങനെ പുളി പെറുക്കി ഉടച്ച് ഇടുന്ന വീഡിയോയും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. 30 കിലോളം എല്ലാ സീസണിലും കുടംപുളി കിട്ടുമായിരുന്നു. 250 രൂപ തൊട്ട് 300 രൂപ വരെ കൊടുത്ത കാലഘട്ടമുണ്ട്. അച്ഛനും അമ്മയും കൂടി വലിയൊരു ആദായം അതിൽ നിന്ന് വിളിച്ചു. അച്ഛൻ്റെ കാലശേഷം ഞാൻ അതിലോട്ട് ഇറങ്ങി. 2 സീസണിൽ എനിക്ക് പുളി കിട്ടി. കഴിഞ്ഞ സീസണിൽ പുളി ഇല്ലായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ അത് ഞങ്ങളുടെ പറഞ്ഞു പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര, എനിക്കും ഹരീഷ്മക്കും ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഈ സീസണിൽ സത്യം പറഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. പക്ഷെ അതും പ്ലാൻ ഫ്ലോപ്പായി. പിന്നെ ഇനിയുള്ളത് ഇങ്ങനെ പൊളിയാണ്. ഇതിന് എപ്പോൾ വീഴുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇതിന് വീഴാൻ ചാൻസ് ഇല്ല. കാരണം നല്ല ചോടുണ്ട്, വേരുണ്ട്, അത്യാവശ്യം സെൻട്രലാണ് നിൽക്കുന്നത്, ഭൂമിയൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. മറ്റേതങ്ങനെ എല്ലാവരും മറ്റേ തോട്ടിൻ്റെ മാട നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ചാഞ്ഞാറ് നിന്നത്. അപ്പോൾ നല്ലൊരു കാറ്റടിച്ചപ്പോൾ വീഴും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഒരു പാലം പണിയുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു.
അതായത് അപ്പുറത്തൊരു മരം വീണപ്പോൾ ഞങ്ങളുടെ അടക്കാമരം മറിഞ്ഞു വീണായിരുന്നു. ആ അടക്കാമരം ഞാനും കഴിച്ചും കൂടി വെട്ടി ഇവിടെ കൊണ്ടൊരു പാലിട്ട് മാങ്ങ പെറുക്കുന്നൊരു വീഡിയോ ഇട്ടു. സത്യം പറഞ്ഞാൽ ഈ പുളി ആണ് മെയിൻ ടാർഗറ്റ് ഞങ്ങൾ. മാങ്ങ സീസൺ ആയപ്പോഴാണ്. കാരണം ഈ പുളി നമ്മൾ ആ പഴയ വീഡിയോ കണ്ടറിയാം, ഡെയിലി പോയി പെറുക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ അന്ന് ഇവിടെ ഒരു പാലം കിടപ്പുണ്ടായിരുന്നു. ആ പാലത്തേക്ക് അന്ന് പാലത്തിൻ്റെ ഇത് കഴിഞ്ഞു പോയി, അതിൻ്റെ കാലം കഴിഞ്ഞു പോയതുകൊണ്ട് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ആ പാലത്തേക്ക് കൂടി പോയാണ് അന്ന് പെറുക്കിക്കൊണ്ടത്. അപ്പോൾ ഇതുപോലൊരു അടക്കാമരം വെച്ച് നമ്മളത് ഇട്ട് പാലമാക്കി ഈ പുളി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിപ്പം വെറുതെ ആയി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാനും ഇവളും കൂടി ഒരു അടക്കാമരം മുഴുവൻ ഉരുട്ടി പിടിച്ച് വലിച്ചിട്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെന്ന് കാണുക. ഒത്തിരി കഷ്ടപ്പെട്ട് അതവിടെ കൊണ്ടിട്ട് അതിപ്പം വെറുതെ ആയിട്ട് കംപ്ലീറ്റ്ലി വേസ്റ്റ് പണിയായിട്ട്. മാങ്ങയുടെ സീസൺ കഴിഞ്ഞു. മെയിൻ ഞങ്ങളുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഒത്തിരി നാൾ കൂടി ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറേ നാൾ ഞങ്ങൾ വീഡിയോ കേട്ടു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ നിർത്തിയൊന്ന്. നിർത്തിയല്ല, സാഹചര്യങ്ങൾ കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഇങ്ങനൊരു വ്ളോഗ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇത് വീഴുമെന്ന് പ്രതീക്ഷിച്ചാലും അത് വീഴുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചു. ഞങ്ങളൊരു വലിയ ഇൻകമായിരുന്നു. അപ്പോൾ ഇനി എന്താണ് അടുത്ത സോഴ്സ് എന്ന് അറിയില്ല. ആരിവൻ ചപ്പും തൂക്കിപ്പോയിടുന്നു. വെയിറ്റ് ആയിരിക്കും. ഇത് അങ്ങോട്ട് വലിച്ചിടണം. ഇതിവിടെ കിടന്നു അത് തൽക്കാല ആശ്വാസം. ആ ചാഞ്ഞ
എന്നിട്ട് നാളെ രാവിലെ വന്നു വെട്ടാൻ നോക്കും. നമുക്കിനി ഇത് അവസാനം